PC ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ മാത്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ലെസൺ ഏരിയ ആണ്. ആ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയയിലത്തെ കണക്കുകളാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ നമ്മൾ ചെയ്തു ഒരേ ഏരിയ ഒരേ പരപ്പളവ്, ഏരിയ മീൻസ് പരപ്പളവ്, ഒരേ ഏരിയ ഒരേ പരപ്പളവുള്ള ട്രയാങ്കിൾസ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചു ഇല്ലേ? ബേസ് സെയിം ആയിട്ട് ഒരേ ഏരിയ ഉള്ള ട്രയാങ്കിൾസ് നമ്മൾ വരയ്ക്കാനായിട്ട് പഠിച്ചു. ഇനി നമ്മള് അത് എങ്ങനെയാണ് ശരിക്കും വരയ്ക്കാൻ പോകുന്നത്? നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോ കണക്കുകളും കൂടി ചെയ്യാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പേജ് നമ്പർ 10. കണ്ടോ? 10ാമത്തെ പേജില് ഇവിടെ ഈ പടത്തിന്റെ അടിയിലായിട്ട് ഇവിടെ ഒരു ചോദ്യം എഴുതിക്കോ. ചോദ്യം എഴുതിയാൽ മതി നിങ്ങൾ. ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് സെയിം ബേസ് ആൻഡ് ഏരിയ, അതേ ഏരിയയും അതേ പരപ്പളവും, വിത്ത് ലെഫ്റ്റ് സൈഡ് 7 സെന്റിമീറ്റർ. ഇടതുവശത്ത് എന്താണ്? ഇടതുവശത്ത് 7 സെന്റിമീറ്റർ ആയിരിക്കണമെന്ന്. ലെഫ്റ്റ് സൈഡില് 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതേ അളവ്. നേരത്തെ കണക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത കണക്ക് എന്തായിരുന്നു? എത്രയാ സൈഡ് വന്നിരുന്നത്? അവിടെ 4, 5, 6 അല്ലെ? നമ്മൾ വരച്ചിരുന്നത് 6 സെന്റിമീറ്റർ. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. എത്രയാണ്? 4 സെന്റിമീറ്ററും ഇവിടെ നിങ്ങളുടെ ആർക്ക് 5 സെന്റിമീറ്ററും. ഇങ്ങനെ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു അല്ലെ? 6, 4, 5 എത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ചിരുന്നത്? അപ്പൊ ഇങ്ങനെ വരച്ച ഈ ട്രയാങ്കിളിന്റെ ഇനി ഇതേ പരപ്പളവുള്ള, ഇതേ ചോദ്യം ഇതാണ്, ഇതേ പരപ്പളവ് തന്നെ, ഈ 4, 5, 6 തന്നെ അതേ പരപ്പളവും, പക്ഷെ വശം ഒത്തിരി വ്യത്യാസമുണ്ട്. ബേസ് സെയിം തന്നെ. പക്ഷെ ഈ സൈഡ്, ലെഫ്റ്റ് സൈഡിലുള്ളത്, ഈ ഇടതുവശത്തുള്ളത് എന്തായിരിക്കണം? ഇടതുവശത്തുള്ളത് നമ്മുടെ ഇവിടെ ഇടതുവശത്തുള്ളത് ഇത് എത്രയാക്കണം? 7 സെന്റിമീറ്റർ ആക്കണം. ഇനി എങ്ങനെയാ വരയ്ക്കാൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ എല്ലാവരും ഈ ഫിഗർ ശരിക്ക് വരക്കി. എങ്ങനെയാ? ഒന്നും കൂടി അത് ആവർത്തിച്ച് വരക്കി. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 6 സെന്റിമീറ്റർ അളന്നെടുത്ത് ശരിക്ക് വരയ്ക്കാട്ടോ. റഫ് ഫിഗർ അല്ല ഇത്. നമ്മൾ റഫ് ഫിഗർ വരച്ചു. ഇനി അതിന്റെ സെയിം ഏരിയ പക്ഷെ 7 സെന്റിമീറ്റർ ആയിരിക്കണം. ഈ 4ന് പകരം 7 ആക്കണം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ട്രയാങ്കിൾ തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കാം. ഇത് 6 സെന്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ 4 സെന്റിമീറ്ററും ഇവിടെ നിങ്ങൾ 5 സെന്റിമീറ്ററും ഇത് വരയ്ക്കാം. എന്നിട്ട് അതുകൊണ്ട് യോജിപ്പിക്കുക. ഇത് 4, ഇത് 5. ഇതാണ് നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിൾ. നമ്മൾ വരച്ചു. തന്നിരിക്കുന്ന അളവിൽ ആദ്യം തന്നെ നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കണം. എന്നിട്ട് ഇനിയാണ് അവർ പറയുന്നത് സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറയണേ. അപ്പൊ സെയിം ഏരിയ വരണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു, ഇന്നലെ പറഞ്ഞതാണ് സ്കെയിൽ വെക്കുക, സെറ്റ് സ്ക്വയർ ഇവിടെ വെക്കുക, ഇവിടെ കയറ്റുക. ഇവിടെ കയറ്റി സമാന്തര ശ്രേണി, പാരലൽ ലൈൻ വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ പറഞ്ഞു തന്നു. പാരലൽ ലൈൻ എല്ലാവരും വരച്ചതല്ലേ? എല്ലാവർക്കും ഇപ്പൊ വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് ഇവിടെ വെച്ച് സെറ്റ് സ്ക്വയർ വെച്ച് കയറ്റി പാരലൽ ലൈൻ വരയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്നില്ല. എല്ലാവർക്കും കാണിച്ചതാണ് പാരലൽ ലൈൻ വരയ്ക്കാൻ. അപ്പൊ ഇവിടെ പാരലൽ ലൈൻ നമ്മള് വരയ്ക്കാം ആദ്യം തന്നെ. അപ്പൊ തന്നിരിക്കുന്ന അളവിൽ ട്രയാങ്കിൾ വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം പാരലൽ ലൈൻ വരയ്ക്കാം. അത് കിട്ടി. ഇനി എന്താ ഒരു ചോദ്യത്തിൽ പറയുന്നത്? ദിസ് സൈഡ് ഷുഡ് ബി 7 സെന്റിമീറ്റർ. ഈ വശം ഏതാ? ലെഫ്റ്റ് സൈഡ് തന്നെ പറയാം. ലെഫ്റ്റ് സൈഡാണ്. ഈ ഇടതുവശത്ത് 7 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത് 4 അല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ കോമ്പസിൽ കുത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? എത്ര സെന്റിമീറ്ററോ? 7 സെന്റിമീറ്റർ സ്കെയിൽ അളന്നിട്ട് ഇങ്ങോട്ട് കുത്തുക. എന്നിട്ട് ഇവിടേക്ക് ഇതിങ്ങനെ കുത്തിരിങ്ങനെ വരയ്ക്കുമ്പോ ഇവിടെ എവിടെയെങ്കിലും ഒരു വര വരും ഇല്ലേ? ആ പാരലൽ ലൈൻമേ എവിടെയാണോ ആർക്ക് വരയ്ക്കണമെങ്കിൽ അവിടെ വരയ്ക്കുക. അപ്പൊ ഇതിൽ കൂട്ടിമുട്ടൊരു പോയിന്റ് കിട്ടിയില്ലേ? ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുമ്പോ ഇത് എത്ര സെന്റിമീറ്ററോ? 7 സെന്റിമീറ്റർ. എന്നിട്ട് അത് ഈ അറ്റത്തേക്ക്. അപ്പൊ ബേസ് സെയിം അല്ലേ? ബേസ് എത്രയാ? 6 തന്നെ. പക്ഷെ ഈ വശം എത്രയാ? AD എത്രയാ? AD 7 സെന്റിമീറ്ററും AB ബേസ് 6 സെന്റിമീറ്റർ ആണ്. അപ്പോ ഇതിന്റെ രണ്ടിന്റെ ഏരിയ തുല്യല്ലേ? നമ്മൾ പറഞ്ഞിരുന്നു ഈ പാരലൽ ലൈനിൽ എവിടെ വരച്ചാലും
ബേസിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ ആ ഏരിയ സെയിം ആണ്. അപ്പൊ നമ്മൾ ഒരു സൈഡ് തന്നിരിക്കുന്നത് ഇത് 7 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ സൈഡ് മാത്രം നമ്മൾ വരച്ചാൽ മതി 7 സെന്റിമീറ്റർ. ആ കൂട്ടിമുട്ടുന്നത് ഇങ്ങോട്ട് യോജിപ്പിക്കാം. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ അറ്റത്തേക്ക്, കാരണം ബേസ് സെയിം ആവണം. കിട്ടിയോ എല്ലാവർക്കും? വരയ്ക്കാൻ കിട്ടിയോ? വേഗം വരയ്ക്കാം. 7 സെന്റിമീറ്റർ ഈ സൈഡ്. അപ്പൊ AD എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയാണ്? 7 സെന്റിമീറ്റർ. ഇനി ഈ പടത്തിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാരും വരച്ചു കഴിഞ്ഞത് സെയിം ഏരിയ, പക്ഷെ ലെഫ്റ്റ് സൈഡിലെ ഇടതുവശത്ത് 7 സെന്റിമീറ്റർ ആക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ AC എന്നുള്ളത് 4 സെന്റിമീറ്ററിന് പകരം അത് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ABC. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ ABCയില് AC 4 സെന്റിമീറ്റർ തന്നത്, അതിന് പകരം 7 സെന്റിമീറ്റർ ഉള്ള സെയിം ഏരിയ നമ്മൾ വരച്ചു കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തത് ഏറ്റവും താഴെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഡോ ആൻ ഐസോസെലസ്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നു. ഡോ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് ബേസ് 5. ഈ സൈഡ് 5 വെച്ചുകൊണ്ട് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കണം. അതിന് നമ്മൾ ട്രയാങ്കിള് ഈ ഫിഗർ തന്നെ വരയ്ക്കാം. ആദ്യം എങ്ങനെ വരയ്ക്കാം? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 5 സെന്റിമീറ്റർ ആണ് ബേസ് ആക്കി വരയ്ക്കാൻ പറയുന്നത്. ബേസ് 5. അപ്പൊ ഒന്ന് തിരിച്ചു വരയ്ക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് പുസ്തകം പിന്നെ തിരിച്ചു പിടിച്ചിട്ട് വരയ്ക്കണം. അതിനേലും നിങ്ങൾക്ക് നല്ലത് ബേസ് എത്രയാ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യൻ അല്ലെ? 4, 5, 6 ആണ്. അതിൽ ഈ 5നെ നമ്മൾ ബേസിന്റെ അവിടേക്ക് ആക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് ഈ BC ആണ് അല്ലെ? BC എത്ര സെന്റിമീറ്റർ? 5 സെന്റിമീറ്റർ. പിന്നെ 2 വശങ്ങൾ എത്രയാ? ഇവിടെ 4ഉം ഇവിടെ നിങ്ങളുടെ 6ഉം കുത്താം. കാരണം 4, 5, 6 ആണ്. അതിൽ 5ആണ് ബേസിൽ വരയ്ക്കാൻ വരക്കണേ. അപ്പൊ ഇവിടെ 4 നമ്മള് വരച്ചു അല്ലെ? പിന്നെന്താണ്? ഇവിടെ നമ്മള് 6 വരയ്ക്കാം. അപ്പൊ AC എത്ര കിട്ടി നമുക്ക്? ഇവിടെ പേരൊന്ന് മാറ്റി കൊടുക്കാം. AC ഇവിടെ എത്രയാണ്? 4 ആണ്. ഇങ്ങനെ എഴുതാം ABC. ഇതാണ് നമ്മുടെ ഫിഗർ. ഫിഗർ ഇപ്പൊ ശരിയാക്കി. അതിൽ ഇത് 4 സെന്റിമീറ്ററും ഇത് 6 സെന്റിമീറ്ററും ഇത് 5 സെന്റിമീറ്റർ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കണം. കാരണം അവര് ചോദ്യത്തിൽ തന്നിട്ടു ഈ ചോദ്യം തന്നെ ഇതിന്റെ ഏരിയ തന്നെയാണ് ഇത് വരിക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് തിരിച്ചു, ഈ പടം തിരിച്ചു ഒന്ന് വരച്ചു വെച്ചു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് പുസ്തകം ഒന്ന് തിരിച്ചു വെച്ചാൽ ബേസ് ആയിട്ട് 5 വെക്കണം. അതിനേലും നല്ലത് നിങ്ങൾ വേറെ ഒന്ന് വരയ്ക്കുമ്പോ താഴെ ഈ 5 ഇവിടെ വരച്ചു, ഇവിടെ 6 ഇങ്ങോട്ട് വരച്ചു, ഈ 4 ഇങ്ങോട്ട് വരച്ചു. അപ്പൊ ഈ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയ സെയിം അല്ലേ ഇപ്പൊ? അപ്പൊ ഇതേ ട്രയാങ്കിൾ തന്നെയാണ് ഇത്. 4, 5, 6 വശമുള്ളത്. കിട്ടി? വരച്ചു കഴിഞ്ഞോ? ആദ്യം തന്നെ BC ഇവിടെ CB 5 സെന്റിമീറ്റർ വരയ്ക്കാം. എന്നിട്ട് ബിയിൽ നിന്ന് Aക്കുള്ള ഈ 6 സെന്റിമീറ്ററും സിയിൽ നിന്ന് 4 സെന്റിമീറ്റർ ഏരിയക്ക് വരച്ചു. കിട്ടിയല്ലായിരുന്നു? ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫിഗർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്ന ചോദ്യം? ചോദ്യം ഇല്ലായിരുന്നു. Do an isosceles triangle at the same area with a base 5 centimeter. പാദം 5 സെന്റിമീറ്ററും പാദം 5 സെന്റിമീറ്റർ ഉള്ള ഒരു സമപാർശ്വ ത്രികോണം ഉണ്ടാക്കാൻ. ഈ ട്രയാങ്കിളിന്റെ അതേ ഏരിയ അതേ പരപ്പളവുള്ളതും പാദം 5 സെന്റിമീറ്ററുമായിട്ടുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണം. എന്താ സമപാർശ്വ ത്രികോണം? 2 സൈഡുകൾ അല്ല. ഐസോസെലസ് ട്രയാങ്കിൾ തന്നെ 2 സൈഡ്സ് ഈക്വൽ ആവണം. നമ്മൾ കഴിഞ്ഞൊക്കെ പഠിച്ചിട്ടുണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ 2 വശങ്ങൾ തുല്യമാവും അല്ലെ? ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈ 2 വശങ്ങളും തുല്യമാണെങ്കിൽ ഈ ഐസോസെലസ് ട്രയാങ്കിളിൽ നിന്ന് മുകളിൽ നിന്നോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ഇത് മൂന്നാമത്തെ സൈഡിനെ ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യുന്നു. തിയറി ഓർമ്മയുണ്ടോ? ഒന്നുകൂടി ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഇനി പഠിക്കാത്തവര് ഇപ്പൊ ശ്രദ്ധിക്കാം.
ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ശീർഷത്തിൽ നിന്ന് ഈ വെർട്ടസിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ലൈൻ, ഒരു ലംബരേഖ വരച്ചാൽ അത് മൂന്നാമത്തെ വശത്തിന് സമഭാഗം ചെയ്യുന്നു. കിട്ടി? ആ തിയറി ഒന്ന് വെറുതെ മനസ്സിലാക്കാൻ മതി. അല്ലെങ്കിൽ ഇവിടെ തിയറിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. തിയറി ഒന്നുമില്ല. പക്ഷെ ഒന്ന് പറഞ്ഞോളൂ, നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് തിയറിയിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ പതിയും. ഇത് തിയറി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇത്രയും നിങ്ങൾ ചെയ്യാനുള്ളൂ. നമ്മുടെ ട്രയാങ്കിൾ വരച്ചു, പക്ഷെ ബേസ് 5 ആക്കണം, ബാക്കി 2 വശങ്ങൾ. അത് കിട്ടി. എന്നിട്ട് ഇനി നമ്മൾ ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. എന്താ പെർപെൻഡിക്കുലർ ബൈസെക്ടർ? ലംബ സമഭാജി. മനസ്സിലായോ? ലംബ സമഭാജി പകുതിയിലും കൂടുതൽ ഇവിടെ വരയ്ക്കാം. പകുതിയിലും കൂടുതൽ എടുത്തിട്ട് ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു. അതേപോലെ തന്നെ ഇവിടെയും അതേ അളവ് കൊണ്ട് തന്നെ ആർക്ക് വരയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി ഇങ്ങോട്ട് മുട്ടിക്കാം. കിട്ടിയില്ലേ? ഇത് കൂട്ടി മുട്ടുമ്പോ ശരിക്കും നിങ്ങൾ വരയ്ക്കുമ്പോ ശരിക്കും സ്ട്രെയിറ്റ് ലൈൻ വരും. സ്ട്രെയിറ്റ് ലൈൻ വരണം. പെർപെൻഡിക്കുലർ ലൈനിൽ ഈ വശവും ഈ വശവും തുല്യമായിട്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങടും ഇവിടുന്ന് ഇങ്ങടും ഉള്ളത് നോക്കുക, അളന്ന് നോക്കുക, സെയിം ആവും. കാരണം 5 സെന്റിമീറ്റർ ആണ് ഈ വശം. അപ്പൊ ഇത് നിങ്ങളുടെ എത്ര ഉണ്ടാവും? 2.5 ഇവിടെ 2.5 ഉണ്ടാവണം വരച്ചു കഴിയുമ്പോ. ഞാനിവിടെ റഫ് ഫിഗറാണ് വരച്ചേക്കുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും വരയ്ക്കുമ്പോ പകുതിയിലും കൂടുതലെടുത്ത് ആർക്ക് വരച്ച് എല്ലാവർക്കും അറിയില്ലേ ലംബ സമഭാജി വരയ്ക്കാൻ അറിയാത്തവർക്ക് നാളെ വരുമ്പോ പറഞ്ഞു തരാം. ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. എന്നിട്ട് 2 വശം തുല്യായില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതായി കണക്ക്. അതിനു മുൻപ് നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് വരയ്ക്കണായിരുന്നു? ഇവിടെ ആദ്യം തന്നെ ഈ ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റുക, സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് കയറ്റി ഇവിടെ നമ്മളൊരു പാരലൽ ലൈൻ വരയ്ക്കണം. ഇതിനു വേണ്ടിയിട്ടാ സെയിം ഏരിയ വരണമെങ്കിൽ ആദ്യം തന്നെ പാരലൽ ലൈൻ വരയ്ക്കണം, സമാന്തര രേഖ വരയ്ക്കണം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ട്രയാങ്കിൾ ശരിക്കും വരയ്ക്കാം. പക്ഷെ ബേസ് എത്രയാണ്? 5 സെന്റിമീറ്റർ. അളവെടുത്ത് ശരിക്കും ഇവിടെ 5 സെന്റിമീറ്റർ വരച്ചു. ഇവിടെ നിങ്ങൾ 4, ഇവിടെ നിങ്ങൾ 6 വരച്ചു കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ ലംബരേഖയാണ് വരയ്ക്കേണ്ടത്. സോറി, പെർപെൻഡിക്കുലർ ലൈൻ ആദ്യം വരയ്ക്കേണ്ടത്. അത് സമാന്തര രേഖ. ഇതാണ് ഈ സമാന്തര രേഖ. പാരലൽ ലൈൻ വരയ്ക്കാം. എങ്ങനെയാണെന്നറിയില്ലേ? സെറ്റ് സ്ക്വയർ വെച്ച് കയറ്റിയാൽ പാരലൽ ലൈൻ കിട്ടിയതായിരുന്നു. ഈ പാരലൽ ലൈൻ വരച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരിക. അപ്പൊ ശരിക്കും അത് ഈ ഒരു വരമ കൂട്ടിമുട്ടും. അതിനുവേണ്ടിയാണ് ആദ്യം പാരലൽ ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടോ. ഇനി ആദ്യം ഇതാണ് വരച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മാച്ച് പറയണ്ട. ആദ്യം നമ്മൾ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പാരലൽ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോഴും ഇതിവിടെ ഒരു ലൈനിൽ കൂട്ടിമുട്ടും. പൊട്ടില്ലേ? ശരിക്കും മിഡ് പോയിന്റിലേക്ക്. എന്നിട്ട് ഇത് ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനത്തെ കണക്ക് ചെയ്തതാണ്. ഐസോസെലസ് ട്രയാങ്കിൾ. ഈ 2 വശം എന്നിട്ട് അളന്ന് നോക്കിയേ. 2 വശവും അളന്ന് നോക്കുക. രണ്ടും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ്. പേജ് നമ്പർ 11. പേജ് നമ്പർ 11 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇല്ലേ? ഒരു ട്രയാങ്കിൾ വരച്ച് അതിന് സെയിം ഏരിയ ഉള്ള എത്ര ട്രയാങ്കിൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. എന്ത് ചെയ്താൽ മതി? ഒരു പാരലൽ ലൈൻ വരച്ചാൽ മതി. അപ്പൊ ഇനി കണക്ക് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് കണക്ക് എഴുത്, ചോദ്യം എഴുത്. പേജ് നമ്പർ 11 ആദ്യത്തെ ചോദ്യം എല്ലാരും കണ്ടോ? Draw a triangle of the sides 3 cm, 4 cm and 6 cm. 3, 4, 6 സെന്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം വരയ്ക്കാൻ. Draw 3 different right triangles. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചു ഐസോസെലസ് ട്രയാങ്കിൾസ് പഠിച്ചു ഇല്ലേ? എങ്ങനെയാണ്? ഒരു ത്രികോണം തന്നിട്ട് അതേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം വരയ്ക്കാൻ കിട്ടിയിട്ടോ. എല്ലാവർക്കും കിട്ടി. ഇപ്പൊ ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട്
സെയിം ഏരിയ ഏതെങ്കിലും അളവിൽ അവരൊരു ട്രയാങ്കിൾ തന്നാൽ അതേ അളവുള്ള ഒരു സമപാർശ്വ അതേ പരപ്പളവുള്ള സമപാർശ്വ ത്രികോണം. ഇനി ആർക്കും അത് വരയ്ക്കാൻ കിട്ടാത്തവരില്ല. അടുത്തത് നമ്മൾ പറയുന്നത് ഒരു ട്രയാങ്കിൾ തന്നു, ഇനി അതിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് വരയ്ക്കാൻ, മട്ട ത്രികോണം വരയ്ക്കാൻ. ഒരേ പരപ്പളവുള്ള draw 3 different right triangles of the same area. ഒരേ പരപ്പളവുള്ള 3 മട്ട ത്രികോണം വരയ്ക്കാം. അപ്പൊ തന്നിരിക്കുന്ന അളവ് ഏതൊക്കെയാണെങ്കിൽ 3, 4, 6 വരച്ചോ. ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാ വരയ്ക്കാം? 6 സെന്റിമീറ്റർ, പിന്നെ ഇവിടെ നീള് 3, ഇവിടെ നീള് 4, 3, 4. വെറുതെ വരച്ച ഇതല്ല ചെയ്യണ്ടോ, ശരിക്കാണ് പിടിക്കുക. 6 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് കോമ്പസില് 3 സെന്റിമീറ്റർ എടുത്ത് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കാം. ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കാം. കിട്ടിയോ? 6 സെന്റിമീറ്റർ ഇത് വരച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4. എല്ലാവർക്കും വരയ്ക്കാൻ കിട്ടി. 3 സൈഡുള്ള ട്രയാങ്കിൾ വരച്ചു. ഈ ചോദ്യം എന്താ നോക്കിയേ, draw 3 different right triangles of same area. ഒരേ പരപ്പളവുള്ള 3 മട്ട ത്രികോണം. വേണമെങ്കിൽ അത് 3 കണക്കായിട്ട് ചെയ്യാം, 3 സൈഡിന് വരയ്ക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ ആദ്യത്തെ ഈ ഒരു സൈഡ് നമുക്ക് 2 എണ്ണം വരയ്ക്കാം, പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു സൈഡ് വരച്ചാൽ മതി, വേറൊരു ക്വസ്റ്റ്യൻ ആയി ഒരു എണ്ണം കൂടിയായിട്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഒരു ത്രികോണം നിങ്ങൾ വരച്ചു കഴിഞ്ഞു, ഒരു ട്രയാങ്കിൾ വരച്ചോ, 3, 4, 6 അല്ലെ. ഇനി ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാം, സെയിം ഏരിയ വേണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞോ. എന്താ ചെയ്യുന്നേ, ഇവിടെ ഇങ്ങോട്ട് കയറ്റുക, സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് കയറ്റുക, സ്കെയിൽ ഇവിടെ വെക്കുക, സെറ്റ് സ്ക്വയർ ഇങ്ങോട്ട് വെക്കുക, പതുക്കെ നീക്കി 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 ഇവിടെ എത്തി ഈ പോയിന്റിൽ എത്തുമ്പോ ഇതിങ്ങനെ വരയ്ക്കാം. സോ ഇറ്റ്സ് എ പാരലൽ ലൈൻ അല്ലെ, സമാന്തര രേഖ. അതൊരു പാരലൽ ലൈനാണ്. മനസ്സിലായി എല്ലാവർക്കും? കിട്ടിയോ? ഇനി എന്ത് ചെയ്യണം, ഇനി എന്താ ചെയ്യാം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്, മട്ടത്രികോണം. ഇനി ഈ പാരലൽ ലൈനിലേക്ക് നമ്മൾ എവിടെ വരച്ചാലും ഇതേ ഏരിയ തന്നെയായിരിക്കും അല്ലെ. മൂന്നാമത്തെ വെർട്ടസ് ഇത് രണ്ടും വശം, ഈ മൂന്നാമത്തെ സി എന്ന് പറയുന്നത് എങ്ങനെ നീക്കിയാലും ഇതേ ഏരിയ തന്നെയാണ്. പക്ഷെ നമുക്ക് വേണ്ടത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ശരിക്ക് പ്രൊട്രാക്ടർ വെച്ച് ഇത് നേരെ വരയ്ക്കാം. സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ വരയ്ക്കരുത്, പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി നോക്കിയിട്ട് നേരെ ഇത് വരയ്ക്കുക. അപ്പൊ ഇത് ശരിക്കും എത്ര കിട്ടി, 90. അപ്പൊ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇത് ഇങ്ങനെ, നമുക്ക് കിട്ടുന്നത് എത്രയാണ്, ഡി, എ ബി ഡി. കണ്ടില്ലേ, എ ബി ഡി. അപ്പൊ ഈ എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിള് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ എഴുതി വെക്കുക, ആദ്യത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഏതാ, എ ബി ഡി. ഒന്നില്ലെങ്കിൽ ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇതിങ്ങനെ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ഇനി ഇതുമ്പോ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി വരയ്ക്കാം. ഇത് 90 ഡിഗ്രിയുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിയില്ലേ, സെയിം ഏരിയ തന്നെയല്ലേ. ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ സംശയം വരട്ടെ, ഇത് നോക്കുക. നമ്മൾ ഇതിനെ ഇവിടെ 90 ഡിഗ്രി ശരിക്കും എടുത്താൽ ഇതിങ്ങനെ യോജിപ്പിച്ചാൽ ഈ എ സി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള ട്രയാങ്കിൾ കിട്ടി. ഇനി ഇതും തന്നെ ഒരെണ്ണം വരയ്ക്കാം എളുപ്പമായിട്ട്, കാരണം 3 വേറെ വരയ്ക്കേണ്ടി വരില്ല. ഈ ബി എന്ന് പറയുന്ന സൈഡില് നോക്കിയേ, നമ്മള് 90 ഡിഗ്രി വരയ്ക്കാം. അപ്പോ ഇത് 90 ഡിഗ്രി. എന്നിട്ട് ഈ പോയിന്റ് കിട്ടില്ലേ, ഈ പോയിന്റ് നമ്മൾ എങ്ങോട്ടാണ് യോജിപ്പിക്കേണ്ടത്, എയിലേക്ക്. അടുത്ത ട്രയാങ്കിൾ കിട്ടി, ഏതാ, എ ബി ഇവിടെ പേര് കൊടുക്കുക, ഇ. അപ്പൊ നിങ്ങള് ടെക്സ്റ്റ് അല്ല നിങ്ങളുടെ നോട്ടിൽ ചെയ്യുമ്പോ 2 എണ്ണം വേറെ ഷെയ്ഡ് ചെയ്യാൻ നിൽക്കണ്ട, ഇതൊന്ന് ഡാർക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ എ ബി ഡി ഒന്നാമത്തത് അല്ലേ. ഇനി വേറൊരു കളർ എടുത്തിട്ട് സ്കെച്ച് കൊണ്ട് എടുത്തിട്ട് നിങ്ങൾ വരയ്ക്കുക, ഇത് എ ഇ ബി. അതല്ലെങ്കിൽ ഇതൊന്ന് പെൻസിൽ കൊണ്ട് ചെയ്യാം, ഇതൊന്ന് പേന കൊണ്ട് ചെയ്യാം. അപ്പൊ 2 എണ്ണം മനസ്സിലായി. ഏതൊക്കെയാ ട്രയാങ്കിൾ എ ബി ഡി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ, എ ബി ഡി.
ഇതല്ലെങ്കിൽ ഈ പടം ആദ്യം വരച്ചിട്ട് ഈ നമ്മുടെ 3, 4, 6 എന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആദ്യം വരച്ചിട്ട് ഈ ബിയുടെ അവിടെ നിന്ന് നമ്മൾ ഇത് വരച്ചാലും കിട്ടും. പക്ഷെ ഈ രണ്ടെണ്ണം വരുമ്പോ നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് കൺഫ്യൂഷൻ വരരുത്. എ ബി ഡി. അടുത്ത എങ്ങനെ വരാം? എ പിന്നെ എത്രയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? എ ബി ഇ. ഈ ട്രയാങ്കിൾ അല്ലേ? എ ബി ഇ. മനസ്സിലായോ? കിട്ടി, രണ്ടെണ്ണം കിട്ടി. പക്ഷെ നമ്മളോട് എത്ര എണ്ണ പറഞ്ഞിരിക്കുന്നത്? 3 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ ഒരെണ്ണം കൂടി വേഗം വരയ്ക്കണം. നമ്മൾ അടുത്തത് ഈ ട്രയാങ്കിള് ആദ്യം വരയ്ക്കണം. രണ്ടെണ്ണം ഇവിടെ വരച്ചു കഴിഞ്ഞു. ഇനി ഈ ട്രയാങ്കിൾ ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം വരയ്ക്കുക. പക്ഷെ അതിന്റെ സൈഡ് ഒന്ന് മാറ്റുക. ഇവിടെ 6 അടിയില് അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 4 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6. കിട്ടിയോ? ഈ ട്രയാങ്കിൾ തന്നെ, നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിൾ തന്നെ നമുക്ക് ചോദ്യം തന്നിട്ടില്ലേ? 3, 4, 6. എന്നിട്ട് ഈ 4 സെന്റിമീറ്ററിന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാരലൽ ലൈൻ ഇങ്ങോട്ട് സമാന്തര രേഖ നമ്മൾ വരയ്ക്കുക. ഈ സമാന്തര രേഖ വരച്ചു കഴിഞ്ഞാൽ 2 ഡിഗ്രി 4ന്റെ അവിടെ നേരത്തെ ഇവിടെ ചെയ്തില്ലേ നമ്മള്? അതുപോലെ തന്നെ 90 ഡിഗ്രി ഇങ്ങോട്ട് വരച്ചാൽ ഇതിങ്ങോട്ട് യോജിപ്പിക്കാം. അല്ല, പേര് വേറെ കൊടുക്കാം. ഇവിടെ ഏതാ വരുന്നത്? 4 വരുന്നത് ബി സി ആണ് കേട്ടോ, അല്ലേ? നമ്മുടെ അതെ, ഇത് 3ഉം ഇത് 4ഉം. അപ്പൊ ഇവിടെ വരുന്നത് ബി സി, ഇവിടെ എ ആണ്. അതിനാ എന്താ ചെയ്യുന്നത്? എ ബി ആണ്. ഈ സൈഡിലാണ്. അവൾ പേര് വെക്കുന്നത് ശരിയാക്കാൻ വേണ്ടി മാത്രമാണ്. നമുക്കൊന്ന് എഴുതുമ്പോൾ ഒരുമിച്ച് എഴുതാനാണ് കേട്ടോ. ഇവിടെ സി, ഇവിടെ ബി. എ ബി സി ഇങ്ങനെ വരച്ചു. അതില് ഈ ബി സി നമ്മൾ ഇവിടെ വരച്ചത്. പിന്നെ എന്താണ്? എ സി 3 സെന്റിമീറ്ററും ഇത് ശരിയായി. അപ്പൊ ഇനി നമുക്ക് പേരുകൾ എഴുതാം. ഇതിന് എങ്ങനെയാ പേര് എഴുതാം? ഈ ട്രയാങ്കിൾ ഇതാണ് നമ്മള് രണ്ടെണ്ണം വരച്ചു. ഡി ഇ കഴിഞ്ഞു. ഞാനത്തെ പേര് കൊടുക്കുക, എഫ് കൊടുക്കുക. അപ്പൊ എത്രയാണ്? സി ബി എഫ്. എന്ത് ട്രയാങ്കിളാ? ട്രയാങ്കിൾ സി ബി എഫ്. ശരിയോ? എളുപ്പമാണ് ഇല്ലേ? ഏത് ഏരിയ വരണമെങ്കിലും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താ? പാരലൽ ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഐസോസിലസ് ആണ് പറയണമെങ്കിൽ ഇതിന്റെ മധ്യബിന്ദുവിന് ഇങ്ങനെയാണ് വേണ്ടത് അല്ലേ? അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരച്ചാൽ ഐസോസിലസ് ആംഗിൾ കിട്ടും. ഇനി റൈറ്റ് ആംഗിൾ ആണെങ്കിൽ ഇത് 90 ഡിഗ്രി നോക്കാം. അപ്പൊ എന്താണ് ഏത് ഇതിലാണ് പറയുന്നത് അത് വെച്ച് നമുക്ക് വരയ്ക്കാൻ കിട്ടും. സെയിം ഏരിയ എല്ലാവർക്കും കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഈ ട്രയാങ്കിളില് നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3, 4, 6. ഇതാണ് നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിള് അല്ലെ? 3, 4, 6. ഇതിൽ നിന്ന് 3 ട്രയാങ്കിൾസ് വരയ്ക്കാനുള്ളത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ നമ്മൾ ഇവിടെ ഇതിങ്ങനെ വരച്ചു, ഈ സൈഡിൽ ഇങ്ങനെ വരച്ചു. ഇവിടെ നമുക്ക് എത്രയാണ്? ഇത് വരച്ചു. ഇനി ഇപ്പുറത്ത് വേണമെങ്കിൽ വരയ്ക്കാം. 4 പറഞ്ഞാൽ വരയ്ക്കാം അല്ലേ? ഈ പടത്തിൽ 2 വരച്ച പോലെ തന്നെ ഇവിടെ 2 വരച്ചൂടെ? ഇതിന് നേരെ ഇങ്ങോട്ട് വരച്ച് ഇതും കൂടി യോജിപ്പിച്ചാൽ നമുക്ക് ഇവിടെയും കിട്ടും. പക്ഷെ ഇവിടെ 3 ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ 3 പറയുന്നു. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് draw the triangle shown below in your notebook. അപ്പൊ ഈ ട്രയാങ്കിൾ എല്ലാവരും വരച്ചിട്ട് വരാം. റഫ് ഫിഗർ അല്ല, ഒറിജിനൽ ഫിഗർ ആണ്. എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതിൽ വരച്ച് ചെയ്യാവുന്നതാണ്. ആദ്യം താഴെ 7 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ഒരു ആംഗിളും വെച്ച് ഒരു ട്രയാങ്കിൾ എല്ലാവരും നാളേക്ക് വരച്ചിട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ കണക്കുകളെല്ലാം എല്ലാവരും 2 പ്രാവശ്യം വീതം നാളേക്ക് ചെയ്തു കൊണ്ടുവരണം. ശരിക്കും പടം വരച്ചിട്ട് വരണം.